Hi everyone. Today we will be learning all the relevant vocabulary and expressions for introducing yourself. നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വൊക്കാബുലറിയും എക്സ്പ്രഷൻസുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. A few things that are important to know before we begin. നമുക്ക് തുടങ്ങുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. First is, everything in Hebrew has to agree with the gender of the person you are speaking to. ആരാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിയുടെ ജെൻഡറിനനുസരിച്ച് ഹീബ്രുവിലെ വാക്കുകൾ പൊരുത്തപ്പെട്ടിരിക്കണം. And the second thing is that just as in any language, you can be formal and you can be less formal. മറ്റുള്ള ഏത് ഭാഷയിലെയും പോലെ ഹീബ്രുവിലും ഫോർമലായും ഇൻഫോർമലായും സംസാരിക്കാൻ സാധിക്കും. And in this video, I will teach you both ways. The first word is shalom. Shalom means hello. ഷാലോം എന്നത് ഹീബ്രുവിൽ സന്തോഷം, ശാന്തി, നമസ്കാരം, ഹായ്, ബൈ എന്നിവയെല്ലാം അർത്ഥമാക്കുന്ന ഒരു പൊതുവായ വാക്കാണ്. After say hello, you have to introduce yourself. ഹലോ പറഞ്ഞതിന് ശേഷം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പരിചയപ്പെടുത്തണം. മൈ നെയിം ഈസ് രോഹിണി. എൻ്റെ പേര് രോഹിണി എന്നാണ്. ഇതെങ്ങനെ ഹീബ്രുവിൽ പറയും? ഷ്മി രോഹിണി. After introducing yourself, you can ask the other person for their name. നമ്മൾ സ്വയം പരിചയപ്പെടുത്തിയതിന് ശേഷം അടുത്ത ആളുടെ പേര് നമ്മൾക്ക് ചോദിക്കണം. If the other person is male, നമ്മളോട് സംസാരിക്കുന്നയാൾ ഒരു പുരുഷനാണെങ്കിൽ, മെയിൽ ആണെങ്കിൽ ചോദിക്കേണ്ടത് മാ ഷിം ഖ. മാ ഷിം ഖ. മാ ഷിം ഖ. വാട്ട് ഈസ് യുവർ നെയിം? എന്താണ് താങ്കളുടെ പേര് എന്ന് ഒരു പുരുഷനോട് ചോദിക്കുന്നതാണ് മാ ഷിം ഖ. ഇഫ് ദ അതർ പേഴ്സൺ ഈസ് എ ഫീമെയിൽ, യു ക്യാൻ ആസ്ക് മാ ഷ്മെഖ്. വാട്ട് ഈസ് യുവർ നെയിം? നമ്മൾ സംസാരിക്കുന്നത് ഒരു സ്ത്രീയോടാണെങ്കിൽ പേര് ചോദിക്കേണ്ട വിധം, ഒരു സ്ത്രീയോട് പേര് ചോദിക്കേണ്ടത് മാ ഷ്മെഖ്. വാട്ട് ഈസ് യുവർ നെയിം? മാ ഷ്മെഖ്. അതുകൂടാതെ നമുക്ക് ചോദിക്കാം മാ ഷേം ഷെൽഖ. ഫോർ എ മെയിൽ, മാ ഷേം ഷെൽഖ. മാ വാട്ട് എന്ത്, ഷേം നെയിം, ഷെൽഖ യുവർ. What is your name? Ma shem shelcha for male and ma shem shelach for female. That was the formal way of asking for someone's name. ഔപചാരികമായിട്ട് ഒരാളുടെ പേര് ചോദിക്കുന്ന വിധമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. But sometimes people just ask you informally. പക്ഷെ ചിലപ്പോൾ ഇൻഫോർമലായിട്ട് നമ്മളോട് ആളുകൾ പേര് ചോദിക്കും. How you are called, which in Hebrew is korem lekha. Korem lekha. നിങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കോറെം ലഖ. ഹൗ യു ആർ കോൾഡ്? കോറെം ലഖ. എഹ് കോറെം ലഖ ഫോർ മെയിൽ ആൻഡ് എഹ് കോറെം ലാഖ് ഫോർ ഫീമെയിൽ. എഹ് മീൻസ് ഹൗ, കോറെം മീൻസ് കോൾഡ്. Ek korem lakha for male and ek korem lakh for female. You can answer for this question. ഇനി നമ്മൾക്ക് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കണം. ഞാൻ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എൻ്റെ പേര്. I am called with your name. കോറിം ലി എന്ന വാക്കിനോടൊപ്പം നിങ്ങളുടെ പേര് ചേർത്ത് പറയുക. എൻ്റെ പേര് രോഹിണി എന്നാണ്. ഐ എം കോൾഡ് രോഹിണി. ഇതിൻ്റെ ഹീബ്രു കോറെം ലി രോഹിണി. ഐ ആം കോൾഡ് രോഹിണി. കോറിം ലി രോഹിണി. Now that you have exchanged names, you can say it's a pleasure. നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം എന്ന് നമ്മൾ പറയാറുണ്ട്.
It's a pleasure. Naim Mayod. Naim Mayod. If you want to be a bit more personal, you can say Naim Lahakir Otkha for male. It's nice to meet you. For a male, you can say Naim Lahakir Otkha. കുറച്ചുകൂടി വ്യക്തിപരമായിട്ട് പറയണമെങ്കിൽ ഒരു പുരുഷനോടാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം? നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നയിം ലഹക്കീർ ഒത്ഖ. ആൻഡ് ഇഫ് യു ആർ സ്പീക്കിംഗ് ടു എ ഫീമെയിൽ, ഒരു സ്ത്രീയോടാണ് പറയുന്നതെങ്കിൽ ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു എന്ന് പറയാൻ നയിം ലഹക്കീർ ഒത്താഖ്. ഒരു സ്ത്രീയോടാണെങ്കിൽ നയിം ലഹക്കീർ ഒത്താഖ്. അപ്പോൾ ആദ്യം ഹലോ പറഞ്ഞു, നമ്മളെ പരിചയപ്പെടുത്തി, നമ്മുടെ പേര് പറഞ്ഞു, പിന്നെ അവരെ കണ്ടതിൽ സന്തോഷമാണെന്ന് പറഞ്ഞു. ഇനി എന്താ ചോദിക്കേണ്ടത്? നിങ്ങൾക്ക് സുഖമാണോ? ഹൗ ആർ യു? നിങ്ങൾ എന്തു പറയുന്നു? എങ്ങനെ ഇരിക്കുന്നു? സുഖമാണോ എന്നൊക്കെ ചോദിക്കില്ലേ? മാഷ്ലോം ഖ ഫോർ മെയിൽ. ഒരു പുരുഷനോടാണെങ്കിൽ മാഷ്ലോം ഖ എന്നും സ്ത്രീയോടാണെങ്കിൽ മാഷ്ലോം മെഖ് എന്നുമാണ് ചോദിക്കേണ്ടത്. The most general and informal way to asking someone how they are is manishma. Manishma. What's up? അതായത് സാധാരണയായി അല്ലെങ്കിൽ ഇൻഫോർമലായി ഒരാളോട് നമ്മൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? എങ്ങനെ ഇരിക്കുന്നു? എന്താണ് വിശേഷം? എങ്ങനെ പോകുന്നു? എന്നൊക്കെ ചോദിക്കുന്നതിന് ഇൻഫോർമലായിട്ട് ഉള്ളതാണ് മാനിഷ്മ എന്ന വാക്ക്. സോ ഇഫ് സംവൺ ആസ്ക് യു ഹൗ ആർ യു, ദർ ആർ സെവറൽ വേസ് ടു ആൻസർ. ഒരാൾ നിങ്ങളോട് ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമുക്ക് പല വിധത്തിൽ പറയാം. അതിലൊന്നാണ് ഹക്കോൾ ബസേദർ. എവരിത്തിങ് ഈസ് ഓൾ റൈറ്റ്. എല്ലാം നന്നായിട്ട് പോകുന്നു, നന്നായിരിക്കുന്നു. ഹക്കോൾ ബസേദർ. യു ക്യാൻ ഓൾസോ സേ ഹക്കോൾ തോവ്. എവരിത്തിങ് ഈസ് ഗുഡ്. എല്ലാം നന്നായിട്ട് പോകുന്നു എന്നും പറയാം. എവരിത്തിങ് ഈസ് ഗുഡ്, എല്ലാം നന്നായിട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഹീബ്രു വാക്കാണ് ഹക്കോൾ തോവ്. ഹക്കോൾ മീൻസ് എല്ലാം, തോവ് മീൻസ് ഗുഡ്. ഹക്കോൾ തോവ്. When you come to the conversation, you can say, I am happy to have met you. ഇനി സംഭാഷണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് പറയാം, എനിക്ക് നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് പറയാം. അതിൻ്റെ ഹീബ്രു വാക്ക് സമാഹ്തി ലഹക്കീർ ഒത്ഖ. ഐ ആം ഹാപ്പി ടു ഹാവ് മെറ്റ് യു. സമാഹ്തി ലഹക്കീർ ഒത്ഖ ഫോർ മെയിൽ. ഒരു പുരുഷനോടാണ് പറയുന്നതെങ്കിൽ സമാഹ്തി ലഹക്കീർ ഒത്ഖ. ഒരു സ്ത്രീയോടാണെങ്കിൽ ഫോർ എ ഫീമെയിൽ സമാഹ്തി ലഹക്കീർ ഒത്താഖ്. സമാഹ്തി ലഹക്കീർ ഒത്താഖ് ഫോർ എ ഫീമെയിൽ. ഇനി ഒരാളെ കണ്ടുമുട്ടി അയാളോട് സംസാരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നിട്ട് നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്തോ, to really end the conversation, you can say lehitraoth, goodbye. Goodbye എന്നുള്ളതിൻ്റെ ഹീബ്രു വാക്കാണ് lehitraoth. You can also tell informally bye as in English. ഇംഗ്ലീഷിൽ ബൈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഹീബ്രുവിലും ബൈ എന്ന വാക്ക് പറഞ്ഞും പിരിയാം. Hope you enjoyed this video. If you did, please press like and subscribe. Thanks for watching.